പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമസ്കാരം. RBI തീരുമാനത്തിലും ഡൽഹി തിരഞ്ഞെടുപ്പിലും കണ്ണും നട്ട ഓഹരി വിപണി. ഇന്നലെ വലിയ സംഭവവികാസങ്ങളൊന്നുമില്ലെങ്കിലും ഷെയർ മാർക്കറ്റ് ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്തത്. ഇന്ന് 10 മണി കഴിയുമ്പോൾ RBIയുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ മീറ്റിംഗ് നടക്കുകയും ആ മീറ്റിങ്ങിൽ പലിശ നിരക്ക് റിപ്പോ നിരക്ക് പുതുക്കി നിശ്ചയിച്ചുകൊണ്ട് തീരുമാനം ഉണ്ടാകുകയും ചെയ്യും. അത് കൂട്ടാം, കുറയ്ക്കാം, പഴയ നില തുടരാം. ഇതൊക്കെ ഓഹരി വിപണിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. വിദേശത്ത് നടക്കുന്ന സംഭവവികാസങ്ങൾ ഓഹരി വിപണിയെ സ്വാധീനിച്ചേക്കാം. ഇന്ന് നിഫ്റ്റി ഇപ്പോൾ 23,603-ലും ബാങ്ക് നിഫ്റ്റി 50,382-ലും ഫൈനാൻസ് നിഫ്റ്റി 23,660-ലും സെൻസെക്സ് 78,058-ലും ക്ലോസ് ചെയ്തിരിക്കുന്നു. IPO വരുന്ന കമ്പനി സോളനിയം ഗ്രീൻ എനർജി ലിമിറ്റഡ്, വില 181, 191, ഒരു ലോട്ട് 600 എണ്ണം. ഡേറ്റ് മിനിമം എമൗണ്ട് 1,14,600. ഡേറ്റ് 6 ഫെബ്രുവരിയിൽ അപേക്ഷ കൊടുത്തു തുടങ്ങാം. 10 ഫെബ്രുവരി ഉണ്ട്. അലോട്ട്മെൻറ്റ് 11 ഫെബ്രുവരിയാണ്. ലിസ്റ്റിംഗ് 13 ഫെബ്രുവരിയാണ്. വൻകിട നിക്ഷേപക ഏജൻസികൾക്കും മറ്റും 50% നീക്കി വെച്ചിരിക്കുന്നു. ഏജൻസികൾ ഇതര നിക്ഷേപകർക്ക് 15%, റീറ്റെയിലേഴ്സിന് 35%-മാണ് മാറ്റി വെച്ചിരിക്കുന്നത്. 2015 സൗരോർജ്ജപരമായിട്ടുള്ള സേവനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ആരംഭിച്ച കമ്പനിയാണിത്. സോളാർ പ്ലാന്റുകളുടെ പ്ലാനിങ്, നിർമ്മാണം, പരിപാലനം, സംരക്ഷണം, അത് ചെറുതും വലുതുമായിട്ടുള്ള വിവിധ ഏജൻസികൾക്കും സർക്കാർ ഏജൻസികൾക്കും എല്ലാം വീടുകൾക്ക് വരെ ചെയ്ത് കൊടുക്കുന്ന ഒരു സംരംഭമാണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാം, അപ്ലൈ ചെയ്യാം. ബോണസ് വരുന്ന കമ്പനികൾ റിച്ച് ഫീൽഡ് ഫൈനാൻസ് 111, ബോണസ് 1:1, റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ. പദം കോട്ടൺ 184, ബോണസ് 2:3, റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ. കോത്താരി പ്രൊഡക്റ്റ് 169, ബോണസ് 1:1, റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ. ആനന്ദരാത്തി 3,655, ബോണസ് 3:3, റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ. EFC 592, ബോണസ് 1:1, 11 ഫെബ്രുവരിയാണ് റെക്കോർഡ് ഡേറ്റ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇനി ഡിവിഡൻഡ് വരുന്ന കമ്പനികൾ എന്ന് പറയുന്നത് ഗ്ലോബൽ ലൂബ്രിക്കറ്റ്സ് 1071, ഡിവിഡൻഡ് 20 ഫെബ്രുവരി 14. ഹീറോ മോട്ടോർ കോർപ്പറേഷൻ 4,233, ഡിവിഡൻഡ് 100 12 ഫെബ്രുവരി. കൊച്ചിൻ ഷിപ്പ്യാർഡ് 1,400, ഡിവിഡൻഡ് 350 12 ഫെബ്രുവരി. ITC 441, ഡിവിഡൻഡ് 650 12 ഫെബ്രുവരി. പ്രംകോ ഗ്ലോബൽ 444, ഡിവിഡൻഡ് 2, റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ. BEML 3,281, ഡിവിഡൻഡ് 5 14 ഫെബ്രുവരി. BDL 1,212, ഡിവിഡൻഡ് 4 രൂപ 30 14 ഫെബ്രുവരി ആണ്. ടോറൻറ്റ് പവർ 1,333 രൂപ, ഡിവിഡൻഡ് 14 രൂപ 14 ഫെബ്രുവരി ആണ്. മെജസ്റ്റിക് ഓട്ടോ 399, ഡിവിഡൻഡ് 5 രൂപ 14 ഫെബ്രുവരിയാണ്. കാസ്ട്രോൾ 175, ഡിവിഡൻഡ് 950 18 മാർച്ചാണ്. സ്പ്ലിറ്റ് വരുന്ന കമ്പനി ക്യാപിറ്റൽ ഇൻഫ്ര 179, സ്പ്ലിറ്റ് 1:10 17 ഫെബ്രുവരി. TT ലിമിറ്റഡ് 133, സ്പ്ലിറ്റ് 1:10 12 ഫെബ്രുവരി. ഒപ്റ്റിയം ഫൈനാൻസ് 222, സ്പ്ലിറ്റ് 1:10, റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ. ഒയാസിസ് സ്പ്ലിറ്റ് വില 266 രൂപ, സ്പ്ലിറ്റ് 1:10, റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ. IOL കെമിക്കൽസ് 377, സ്പ്ലിറ്റ് 1:5, റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ. KPT 888, സ്പ്ലിറ്റ് 1:5, റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ. RBD ഇൻഫ്ര 555, സ്പ്ലിറ്റ് 1:10, റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ. ഇത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠനാർത്ഥം തയ്യാറാക്കി ഇതാണ് ഷെയർ മാർക്കറ്റിൻ്റെ വേണ്ടിയിട്ട് നിങ്ങളുടെ അറിവിലേക്ക് ഇത് സമർപ്പിക്കുകയാണ്. ഇത് യാതൊരു കാരണവശാലും വാങ്ങാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളല്ല. സെബി കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതുകൊണ്ട് ഡേറ്റാസ് കൂടുതലൊന്നും പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മൾ ടാർഗറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കുറിച്ച് കൂടുതൽ അവലോകനങ്ങൾ നടത്തുന്നില്ല. കൂടുതൽ സെബിയുടെ തീരുമാനങ്ങൾ അറിഞ്ഞിട്ട് ബാക്കി നടപടിക്രമങ്ങൾ ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇത് ഷെയർ ചെയ്യുക, മറ്റുള്ളവരുമായിട്ട് ചർച്ച ചെയ്തിട്ട് മാത്രം നിങ്ങൾ തീരുമാനമെടുക്കുക. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കേണ്ടതല്ല. ഇത് നമ്മൾ പഠനം നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് കിട്ടിയ വിവരങ്ങൾ അതേപടി പങ്കുവെക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിനെക്കുറിച്ച് കൂടുതൽ പഠനം സ്വന്തമായിട്ട് നടത്തിയിട്ടില്ല. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.